ഇത് ബ്രോക്കോളിയാണെങ്കിലും കണ്ട മുകളിൽ നമ്മൾ ഈ പന്തലിട്ട് നമ്മള് അല്ലെങ്കിൽ ഇതിപ്പോ നമ്മള് വെട്ടി നുറുക്കി രസണ്ടാ ഉറക്കം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. അയ്യോട്ടാ വരാട്ടാ. നമുക്ക് കണ്ട ഒരു മഴ പെയ്യുമ്പോഴേക്കും നമ്മുടെ പറമ്പില് വെള്ളം നിൽക്കൂട്ടാ. ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മള് ദോശയായിട്ട് ഉണ്ടാക്കണം. നല്ല ഹെൽത്തി ഒരു ദോശയാണ്. അപ്പൊ അതിലേക്ക് നോക്കി നമ്മള് ക്യാരറ്റ് വേണം. നമുക്ക് ക്യാരറ്റിന്റെ ഇല അടക്കാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മള് നിലത്താണ് ക്യാരറ്റ് നടാറുള്ളതിനും കൂടിയിട്ട് അതൊക്കെ മഴക്കാലത്ത് പോവല്ലോ. ഇതിപ്പോ നോക്കിയാ ചട്ടിയിൽ നമ്മൾ നട്ടിട്ടുള്ളതാ. അപ്പൊ അധികം വലുപ്പമൊന്നും ഉണ്ടാവില്ല ക്യാരറ്റ്. പക്ഷെ നമുക്ക് നമ്മുടേതായ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉള്ള കുഞ്ഞ ക്യാരറ്റും അതേപോലെ തന്നെ ഇതിന്റെ തണ്ടും ഇലയൊക്കെയും കൂടി നമ്മൾ എടുക്കൂട്ടാ. ഞാനത് കഴുകി കാട്ടിത്തരാം. കാരണം കുഞ്ഞു ചട്ടിയിൽ വെക്കുന്ന കാരണം ഇത്തിരി കൂടി വലിയ ചട്ടിയിലേക്കാണ് നമ്മൾ വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി നീണ്ടുവരും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ ഈ മഴക്കാലത്ത് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വെക്കുന്നതാണ് നമ്മൾ ചട്ടിയില്. കഴുകാട്ടോ. അപ്പം കാട്ടിത്തരാം. ഇത് മുഴുവൻ നമ്മള് എടുക്കും നമ്മുടെ ദോശയ്ക്ക് വേണ്ടിയിട്ട് കേട്ടാ. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ നമുക്ക് ബ്രോക്കോളിന്റെ ഇലയും കൂടിയും ആവശ്യമുണ്ട്. പിന്നെ ഒരു കാര്യട്ട് നമ്മുടെ കൺമണി കുട്ടിയുടെ കോട്ടയാ നാശായി. പക്ഷെ നമുക്കൊക്കെ വീട്ടില് ചൂടി നടക്കാം. കണ്ട ഇതാണ് നമ്മുടെ ബ്രോക്കോളി. അപ്പൊ ഈ ബ്രോക്കോളിൻ നമ്മളൊരു 3 മാസം മുന്നേ ഈ ബ്രോക്കോളിയും വന്ന് നമ്മള് ബ്രോക്കോളിയും പൊട്ടിച്ചിട്ട് കറി വെക്കുന്ന വീഡിയോക്ക് വിട്ടിട്ടുണ്ട് കേട്ടാ. അന്ന് നമ്മള് ബ്രോക്കോളിയും കഴിഞ്ഞാലും നമ്മളിത് നിർത്തും. കാരണം നമുക്ക് ഇങ്ങനെ ഇലയ്ക്ക് ആവശ്യത്തിന് ഇങ്ങനെ കിട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇതിന് കുറച്ച് ഇല നമുക്ക് വേണം. അപ്പൊ ബ്രോക്കോളിനൊക്കെ നമ്മൾ വീട്ടിൽ നട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ കട കളയാതെ നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഓരോ സമയം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂട്ടല്ല. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞാൽ ഇത് ബ്രോക്കോളിയാണെങ്കിലും കണ്ട മുകളിൽ നമ്മൾ ഈ പന്തലിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. കയ്പ പന്തല് കയ്പയ്ക്ക് ഇതാ പടർന്ന് കയറി തുടങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പോ ഇതിലേക്ക് ഒരു ഇത്തിരി പച്ചമുളകിനും കൂടി ആവശ്യമുള്ളൂ കേട്ടാ. പിന്നെ നോക്കിയേ കോളിഫ്ലവർ നിൽക്കണേ. മഴ തുടങ്ങിയിട്ടാ. ഇത് വേഗം പൊട്ടിച്ചെടുക്കണം. കാരണം കോളിഫ്ലവർ ചിലപ്പോ മഴ കൂടുതലോളും ചിലപ്പോ നാശവും. ഇന്നാളെന്ന് പറഞ്ഞപ്പോലെ ഞാൻ ഇതുമെന്ന് പച്ചമുളക് പൊട്ടിച്ചത് പഴുത്തതൊക്കെ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ സവാളയും കൂടി ഉപയോഗിക്കൂട്ടാ. അപ്പൊ നമുക്ക് ഇനി ഇത് ഉണ്ടാക്കാൻ പോവാം. അതിനുശേഷം പിന്നെ പറമ്പിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ. നമുക്ക് പിന്നെ വരാം. ഞാനുണ്ടല്ലോ നോക്കി നമ്മുടെ ക്യാരറ്റ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് അരിയുമ്പോ എങ്ങനെയാണെങ്കിൽ ഏറ്റവും നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടാ. ഇലയും അതേപോലെ ഈ ക്യാരറ്റും എല്ലാതും. അപ്പോൾ നമ്മുടെ ബ്രോക്കോളിന്റെ ഇലയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെറുതാക്കി നല്ല കനം കുറവ് തന്നെയാണ് അരിയേണ്ടത്. അതേപോലെ പച്ചമുളക് പിന്നെ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തോണേ. ഇതും അതേപോലെ തന്നെ കനം കുറച്ച് അരിയണം കേട്ടാ. അപ്പൊ ഇതെല്ലാം ഞാൻ അങ്ങനെ അരിഞ്ഞെടുക്കട്ടെ. ഈ അരിഞ്ഞെടുത്തെല്ലാം നമ്മൾ നോക്കിയ ഒരു ഡവറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ് കേട്ടാ. ഇത് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. കോഴിമുട്ട നമ്മൾ അടിച്ചത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടോളൂ. ഉപ്പ് ഞാൻ ഒരു നുള്ളു ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഗോതമ്പ് പൊടി 1 ഗ്ലാസ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ല ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ ദോശ മാവിൻ്റെ ഒരു പരുവത്തിൽ അങ്ങനെയാണ് നമ്മളിത് ആക്കിയെടുക്കേണ്ടത് കേട്ടോ. പൊടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 4 ദോശയ്ക്ക് മതി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇത്തിരി കൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം.
ഈ ഒരു അഴവിൽ. അപ്പോൾ നല്ല കനം കുറച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു അഴവിലാണെങ്കിൽ കേട്ടാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതാ ഒരു 1/2 ടീസ്പൂൺ അവിടേക്ക് നെയ്യ്. ഇതാ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ മാവ് റെഡി ആയിട്ടാ. ഇപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. തീ കത്തിച്ച് നമ്മൾ ദോശപ്പാത്രം അടുപ്പത്ത് കയറ്റിയത് ദോശപ്പാത്രം ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മളിത് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചിട്ട് വെറുതെ ഇതേ കണ്ട നല്ല കണ്ണും കുറവിലായി കിട്ടും. എന്നിട്ട് നമ്മളൊന്ന് തീ കുറവിലാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. നമുക്ക് ദോശ വേണമെങ്കിൽ മറിച്ചിടാം കേട്ടോ. അതല്ലെങ്കിൽ നമുക്കിതാ മറിച്ചിടാതെ തന്നെ നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ 3 ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഗ്ലാസ് പൊടി എടുത്ത് കഴിഞ്ഞാൽ 4 ദോശ ഉണ്ടാക്കാനുള്ളത് കിട്ടും കേട്ടോ. 4 ദോശയും ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം ഞാൻ ഇതിന് മുന്നേ ചൂടാറിയ ദോശ ഞാൻ കാട്ടിത്തരാം. ഭയങ്കര സോഫ്റ്റാണ് കണ്ട നമ്മുടെ ഈ ദോശ കേട്ടാ. നല്ല ടേസ്റ്റ് വേണം അതേപോലെ തന്നെ കഴിക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു എന്താ പറയുക ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടാ. തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്കുണ്ടല്ലോ തക്കാളി ഒരു 3 തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ തക്കാളി നമുക്കുണ്ടല്ലോ തക്കാളിയുടെ നടു മുറിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 5-6 പൊട്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് തീ കുറയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇടയിലൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ തുറന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ 1-2 വട്ടം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഈ തക്കാളിയുടെ മുകളിലുള്ള തൊലി ഉണ്ടല്ലോ അതൊന്ന് മാറ്റി കൊടുക്കാം. നമുക്കിതാ പതുക്കെ എടുത്തു കഴിഞ്ഞാൽ കണ്ട ഇതേപോലെ മാറ്റിയെടുക്കാം കേട്ടാ. നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറട്ടെ, നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടാറി കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നോക്കി നമ്മൾ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നോക്കി നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ എരിവിനനുസരിച്ച് കുറച്ച് മുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൂടെ നമ്മൾ നോക്കിയ ഒരു 1/2 എന്താ പറയുക ചെറുനാരങ്ങയുടെ നീരിട്ടാ. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിയില, നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടാ. ഇനി നമുക്കുണ്ടല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചീരയുടെ ഇടയിലാണ് നമ്മൾ മുളകും തൈ നടാൻ നോക്കിട്ടാ. അപ്പൊ നോക്കിയേ അങ്ങനെ നമ്മുടെ ചീരയുടെ ഇടയില് നമ്മൾ നട്ടിട്ടുള്ള മുളകും തൈകൾ നോക്കിയേ നല്ല വളർച്ച വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു പൂവൊക്കെ ഇട്ട് തുടങ്ങിയ ടൈമാണ്. ഇനി ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ നിൽക്കണ ഈ ചീരകൾ ഇനി നമ്മളിവിടെ നിർത്തില്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ അരിഞ്ഞിട്ട് ഞാൻ ആദ്യം കോഴികൾക്ക് ഇട്ട് കൊടുക്കട്ടെ. അതിനുശേഷം നമ്മൾ മുളകിന് പിന്നെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടാ. അപ്പൊ ഇത് അരിഞ്ഞ് ആദ്യം കോഴികൾക്ക് കൊടുക്കാം. ഇപ്പൊ നമ്മൾ നോക്കിയേ ഇവിടെ നിന്ന് അറ്റം വരെ നമ്മൾ ഇതേപോലെ ചീരയും മുളകും മാറി മാറി തന്നെയായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഇതിന്റെ ഇടയിലത്തെ എല്ലാ ചീരനും ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കൂട്ടാ. ഞാൻ അരിഞ്ഞത് കുറച്ച് വേഗം നമ്മുടെ കോഴികൾക്ക് കൊണ്ടു കൊടുക്കട്ടെ. നമ്മളെ പറമ്പിലേക്ക് വരുമ്പോഴേ തന്നെ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പൊ ഞങ്ങൾക്കുള്ളത് കൊണ്ടുവരുന്നുള്ളത്. കൊണ്ടുണ്ട് എല്ലാവർക്കും തരാം.
തരാം തരാം. ഇനിയിപ്പോ ഇതല്ല, അത് വേഗം തന്നെ വെട്ടി നീക്കട്ടെ കേട്ടാ. അതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം കാട്ടിത്തരാട്ടാ. നമ്മുടെ മത്തേമ്മ പൂവിട്ട് തുടങ്ങി. കാരണം നമ്മൾ കാട്ടിയിട്ടുള്ളൊരു മത്തേട്ട തന്നെ മുളച്ചു വന്നിട്ട് നമ്മൾ മതിലെഴുത്ത് പടർത്തണത്. അപ്പൊ ഈ മത്തേമ്മ ഉള്ളില് കണ്ട, മത്തയുടെ പൂവിന്റെ ഉള്ളില് നമുക്ക് പ്രാണികളെ കാണാം, ഒരു പാറ്റ പോലെ. അത് വരണ്ടെന്നാണ് പറയണത്. കാരണം ഇങ്ങനത്തെ പാറ്റകളാണ് അത്ര പരാഗണം നടത്തുക. അപ്പൊ ഇങ്ങനെ ഒരു പാറ്റകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണ്ടാട്ടാ. നമുക്ക് മത്തേമ്മ കായൊക്കെ ഉണ്ടാവാനായിട്ട് പെട്ടെന്ന് എളുപ്പമായിരിക്കും. ഞാനേ ഒരു എന്നിട്ട് പറയാ, ഇതേപോലെ കൃഷി ചെയ്യുന്ന ഒരു ചേട്ടൻ പറഞ്ഞാ എന്താട്ടാ എനിക്ക്. ഇപ്പൊ നോക്കിയേ കണ്ട, ചീരയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോ നോക്കി നമ്മുടെ പച്ചമുളക് നന്നായിട്ട് വളർച്ച നോക്കണുണ്ട്. നല്ല ഹൈറ്റും വരും, അതേപോലെ തന്നെ കൊമ്പും ചില്ലിയും വരും കേട്ടാ. ഈ മുളക് എന്ന് പറയുന്നത് നമ്മുടെ കിഴക്കമുളക് കേട്ടാ. അങ്ങനെയുള്ളതാണ് ഇതേപോലെ നല്ല കൊമ്പും ചില്ലിയായിട്ട് വരിക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വെള്ളച്ചൂനിനുണ്ടല്ലോ, ആ മുളക് ഇതേപോലെ നല്ല ഹൈറ്റിൽ വരും ചെയ്യും. നന്നായിട്ട് പച്ചമുളകൊക്കെ ഉണ്ടാവും ചെയ്യും കേട്ടാ. ഇനി നമ്മള് നമ്മുടെ ഈ മുളകിന്റെ കടക്കിലുണ്ടല്ലോ കുമ്മായം അതേപോലെ തന്നെ കോഴിക്കാട്ടായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കുമ്മായിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുണ്ടല്ലോ കോഴിക്കാട്ടായിട്ട് ഇട്ട് കൊടുക്കണത്. അപ്പൊ നമ്മള് പറയാറുണ്ട് നല്ല ചിന്തൂരൊക്കെ ഇട്ടിട്ട് ആക്കണ, കാരണം നമ്മുടെ കോഴിക്കാട്ട പൊടിഞ്ഞോണിരിക്കും, നനയണൊന്നും ഇല്ലല്ലോ. അപ്പൊ കട തൊടാതെയായിട്ട് നമ്മൾ കോഴിക്കാട്ടിട്ട് കൊടുക്കുക. നമ്മളുണ്ടല്ലോ ഇപ്പൊ ഇതാ കുറച്ച് ചീര അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ കോഴികൾക്ക്. അപ്പൊ നമ്മളിതാ എന്താ പറയുക, കുമ്മായും അതേപോലെ തന്നെ കോഴിക്കാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ സമയം കൊണ്ട് അവര് ചീരയില തിന്നേന്റെ തണ്ട് ഞാൻ കാട്ടിയതാട്ടാ. ആ തണ്ടും നമ്മൾ ഇവരുടെ ഇടയിലെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കാ ചെയ്യാ. കണ്ട, ഇതേപോലെ അവര് തിന്നുണ്ടാക്കും. നമ്മള് അല്ലെങ്കിൽ ഇതിപ്പോ നമ്മള് വെട്ടി നുറുക്കിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തണ്ട് അവര് തിന്നൂട്ടാ. ഇപ്പൊ നോക്കി ഞാന് മറ്റേ നമ്മുടെ കുമ്മായും അതേപോലെ കോഴിക്കാട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നില്ലേ, അതിന് നോക്കി ഷായിട്ടിഞ്ഞ് ഓരോ മുളകിന്റെ കടക്കിരിക്കും കാണും ഇതേപോലെ മണ്ണ് കൂട്ടിടും. കാരണം ഇനി മഴയ്ക്കാണല്ലോ വരുന്നത്, ഉറപ്പ് പിടിക്കാതിരിക്കാനും. പിന്നെ നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യൂട്ടാ. ഓരോ വട്ടം മുളക് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ കാണിക്കാറുണ്ട്. ഇതേപോലെ തന്നെ മുളക് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതേപോലെ വെണ്ണൂറും അതേപോലെ കോഴിക്കാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയാണ് മണ്ണിടുക. നീ പോയ പ്രതീക്ഷിക്കുള്ള ഒരു മഴ ആ നല്ലൊരു മഴ പെയ്തു. അപ്പൊ ഇതേപോലെ ചെയ്തോ കേട്ടോ. ഇനി മഴക്കാലം ആകുമ്പോ വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ആകുമ്പോ നമ്മൾ ഇതേപോലെ ചെയ്യണം. അങ്ങനെ ഇന്ന് ദോശ ഞാൻ തന്നെ ഇരുന്ന് കഴിക്കുന്നു കേട്ടാ. സ്മിതേരെ പറമ്പിലത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇരിക്കുകയാണെങ്കിൽ വേഗം പോണ്ട കാരണം ഞാൻ കഴിക്കിയത്. അത്ര അടിപൊളി ദോശ കേട്ടാ. അത് ശരിക്കും എനിക്ക് ചട്നിയിലൊന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല രസാ. ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ പിന്നെ കണ്ട കാരണം നിങ്ങൾ അതേമാതിരി നോക്കി ഒന്ന് കഴിച്ചു നോക്ക്. അടിപൊളി മുതല്.
ഞാനിതാ നമ്മുടെ ഈ പറമ്പിലേക്ക് വന്നു കേട്ടോ. ഈ പറമ്പിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞ് ചെറിയ പണികളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണിസ്ഥലത്തേക്ക് അവർക്ക് കറി വയ്ക്കാനായിട്ട് കൊള്ളിയും പറിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അതൊക്കെ ചെയ്യാം നമുക്ക്. നമ്മുടെ കുഞ്ഞു പണികൾ എന്ന് പറയണതേ നമ്മുടെ പയറ്. ഈ പയറിന് നമ്മൾ വെണ്ണീരിട്ടിട്ട് മണ്ണിടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോക്കിയാൽ പയർ നോക്കിയാൽ എത്ര പെട്ടെന്ന് വലുതായി എന്നുള്ളത്. അപ്പൊ ഇനിയിപ്പോ ഈ പയറ് തിരി നീട്ടാറായിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ഇവർക്ക് വടി കുത്തി കൊടുക്കണം കേട്ടാ. അപ്പൊ അത് ആദ്യം കുത്തി കൊടുക്കട്ടെ. പിന്നെ നമ്മുടെ പറമ്പിൽ പുതിയ കുറച്ച് പേരൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കുത്തി കൊടുത്തിട്ടാ. ഈ വടികളൊക്കെ നമ്മൾ മുന്നേ പയറിന് ഇതേപോലെ കുത്തി കൊടുത്തിട്ട് അപ്പൊ ഊരി പിന്നെ നമ്മൾ നീക്കി വയ്ക്കും. പെട്ടെന്നൊന്നും നാശമാവണമൊന്നുമില്ല കേട്ടാ. ആ വടി തന്നെയാണ് ഇപ്പോഴും കുത്തി കൊടുക്കണവർക്ക്. എപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പയറിന് വടി കുത്തുന്നത് കാണിക്കുമെന്ന്. നമ്മുടെ മിക്കപ്പോഴും വീഡിയോയിൽ ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടാ. ഒന്നുമില്ല, വെറുതെ ഒരു വടി ഇങ്ങനെ ഇത്തിരി കൊമ്പും ചില്ലുള്ള പോലത്തെ വടികൾ കുത്തി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ നോക്കി നമ്മുടെ പയറിന്റെ വടി കുത്തി കൊടുക്കല് കഴിഞ്ഞു കേട്ടാ. ഇനിയിപ്പോ നമ്മള് മഴക്കാലം ആണ് വരുന്നതെന്ന് വെച്ചിട്ട് നമ്മള് ഒന്നും നടാതെ ഇരുന്നിട്ടൊന്നുമില്ല കേട്ടാ. ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഇതില് ഓരോന്ന് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നോക്കിയേ നമ്മൾ ഇന്നാളെന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ വഴുതിനങ്ങ തൈകളൊക്കെ വെച്ചു കൊടുത്തത്. നോക്കിയേ അവരൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മള് ഈ ഒരു 2 വരിയിലായിട്ട് നമ്മള് നട്ടെടുത്തുള്ളത് എന്താ അറിയോ, റെഡ് കളറിലുള്ള വെണ്ടയാണ് ഇതാ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതിലെ വെണ്ടക്കുരു ഇങ്ങനെ പായ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ചവർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ അവര് ചവറിനേക്ക് ഇങ്ങനെ നീക്കി കണ്ട മുളകൾ വരുന്നേ. അപ്പൊ ഈ 2 വരി അതാട്ടാ. അടുത്ത വീഡിയോ ആകുമ്പോഴേക്കും എന്താ പറയാ അവരൊക്കെ ഇത്തിരി വലുതായിട്ടുണ്ടാവും. പിന്നെ ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമ്മള് തക്കാളി തൈ ഈ 2 വരി ഫുള്ള് തക്കാളി ആട്ടാ. പിന്നെ ഇത് എന്നിട്ടെന്നറിയോ, നമ്മുടെ കൊത്തമര ഇതാ അങ്ങനെ. പിന്നെ നമ്മുടെ കപ്പലണ്ടി മുളച്ചത് കാട്ടിയത്തെ കപ്പലണ്ടിയൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഞാന് കപ്പലണ്ടി മഴക്കാലത്ത് ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട് കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ. മഴക്കാലത്ത് കപ്പലണ്ടി ഉണ്ടാവില്ല. നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വല്ല ഒരു പരീക്ഷണം പോലെ ഉണ്ടാവുമെന്ന് അറിയാം, അത്രേ ഉള്ളൂ. സാധാരണ നല്ല വേനൽക്കാലത്താണ് നമ്മൾ കപ്പലണ്ടിയൊക്കെ ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പൊ നമ്മളോട് പലരും കമന്റ് കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെയാണ് ഈ കപ്പലണ്ടി നടാന്ന്. അതുകൊണ്ട് മാത്രമാണ് നമ്മള് ഇങ്ങനെ കടയിൽ നിന്ന് പിടിക്കുന്ന പച്ചക്കപ്പലണ്ടിയാണ് നട്ടു കൊടുക്കാന്ന് വേണ്ടി നമ്മൾ കാണിച്ചിട്ടുള്ളത് കേട്ടാ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നടും. മഴ പെയ്യുമ്പോ നമുക്കറിയാം വേനൽക്കാലത്ത് ഉണ്ടാവുന്ന അത്ര പച്ചക്കറികളൊന്നും ഉണ്ടാവില്ലാന്ന്. എങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് പൊട്ടിച്ചെടുക്കാനുള്ളതൊക്കെ കിട്ടൂട്ടാ. അപ്പൊ ഷായിട്ട് എപ്പോഴും ഇങ്ങോട്ട് പറയും നമുക്ക് തോൽക്കാൻ മനസ്സില്ലല്ലോ, അത് കാരണം അങ്ങോട്ട് നട്ടു കൊടുത്തോണ്ടേ ഇരിക്കാന്ന്. ആ ഒരു വാക്കിന്റെ ഉറപ്പിലാണ് ഇതൊക്കെ നട്ടു കൊടുത്തോണെ. പിന്നെ ഈ ഒരു തരത്തിൽ നമ്മളിപ്പോ നമ്മുടെ കൂർക്ക പാവി കൊടുത്തു നോക്കുക. അപ്പൊ നോക്കിയേ എല്ലാവരും മുളച്ചിട്ടില്ല കേട്ടോ. ഇത് കൂർക്ക മുളച്ച് വരുന്നതിന്റെ അത് അടുത്തേക്ക് ഒരു കുറച്ച് ദിവസം കഴിയും. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യില് കൂർക്ക വിത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ പാവി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂർക്കത്തല നമുക്ക് വേഗം തന്നെ എന്താ പറയാ നട്ട് കൊടുക്കാനൊക്കെ പറ്റും. ഇപ്പൊ നമ്മുടെ വീട്ടിലത്തേല് കുറച്ച് നമ്മൾ കൂർക്കത്തല നടാറായവരുണ്ട് കേട്ടാ. കാരണം നമ്മൾ കുറച്ച് മുന്നും കൂടി പാവി കൊടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ എല്ലാവരും ഈ ഒരു സമയത്താണ് കൂടുതലും കൂർക്ക വിത്ത് പാവേണ്ട ടൈം ഇപ്പോഴാണ് കേട്ടാ. അപ്പൊ നമ്മുടെ പറമ്പിലത്തെ ഇതൊക്കെയാണ്. ഇനി നമ്മുടെ പണിസ്ഥലത്തേക്കുള്ള കുറച്ച് കൊള്ളി പറിക്കാം നമുക്ക്.
മഴ പെയ്തിട്ടുള്ള കാരണം നമ്മുടെ കൊള്ളിത്തറി പറിക്കുമ്പോ ഈസി ആയിട്ട് പറിക്കാൻ കിട്ടണം കേട്ടാ. കാരണം ഞാനിപ്പോ ഇടയ്ക്ക് വന്ന് പറിക്കുമ്പോ എനിക്ക് കിട്ടാറുണ്ട്. ചില ടൈമിലാണ് നമ്മളൊന്ന് പറ്റിക്കാറ് കേട്ടാ. ഒരാള് പൊട്ടിയിരുന്നുണ്ട് കേട്ടോ. അതെ, അത് പക്ഷെ നമുക്ക് ഇപ്പം തന്നെ എടുക്കാൻ കിട്ടും കൈകൊണ്ട് തന്നെ. കാണാണ്ട് എനിക്ക് പൊട്ടിയിരിക്കണത്. ഇതാ നോക്കിയേ, നല്ല കൊള്ളിയായിരുന്നു. നമുക്കിങ്ങനെ വെക്കുമ്പോ തന്നെ അറിയാം കണ്ട. പക്ഷെ അവർക്ക് ഒരു തറി പോരാ, ഒരു എണ്ണം കൂടി പറിക്കേണ്ടി വരും അവർക്ക്. ഇതൊക്കെ നമ്മള് നടുട്ടാ. എന്താ പറയാ, കൊള്ളിത്തരകളൊന്നും കളയാറില്ല. അയ്യോ, ഞാനൊന്ന് ഒരു സൈഡ് പിടിച്ചിട്ട് ഇളക്കിട്ടാ, പക്ഷെ ആ കൊമ്പ് അങ്ങനെ ഒടിഞ്ഞു പോന്നു. നോക്കിയേ കൊള്ളിയുടെ നീളം. നോക്കിയേ ഈ കൊള്ളിത്തറിയുടെ തടി നോക്കിയേ. അല്ല കൊള്ളിത്തറിയുടെ അല്ല, കൊള്ളിയുടെ വണ്ണം കണ്ട. ഒരെണ്ണട്ടാ എന്തെങ്കിലും വന്ന് മാന്തിയിടാവണം, നാശായി. അപ്പൊ ഇത്രയും കൊള്ളിയാണ് നമുക്ക് വേണ്ടത്. ഇത്രയും അവർക്ക് വേണ്ട. ഇതിന്നിപ്പോ നമ്മുടെ വീട്ടാവശ്യത്തിന് 2 എടുക്കും ചെയ്യട്ടെ ഞാന്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. ഞാന് അതിന്റെ ഇടയിൽ നിന്ന് കൊണ്ടുപോകുന്നതാ. അപ്പൊ നോക്കിയേ, 2 എന്താ പറയാ കട കൊള്ളി നമ്മൾ പറിച്ച. നോക്കിയേ, നന്നായിട്ട് കൊള്ളി ഉണ്ടാവുന്നുണ്ട്. ഈ കൊള്ളി എന്ന് പറയുന്നത് 6 മാസ കൊള്ളിയാണ്. അപ്പൊ അതായത് നമ്മൾ കൊള്ളിത്തറി നട്ട് കഴിഞ്ഞാൽ പിന്നെ കൃത്യം 6 മാസം കഴിഞ്ഞ് നമുക്ക് കൊള്ളി പറിക്കാം. അപ്പൊ നന്നായിട്ട് ഉണ്ടാവണ നല്ലൊരു കൊള്ളിയാണ്. അപ്പൊ ഇനി ഇത് ഞാൻ വേഗം അവർക്ക് പണിക്കാർക്ക് കൊണ്ടു കൊടുക്കട്ടെ. രണ്ട് കൊള്ളി പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് എടുത്തുട്ടാ. ഇപ്പൊ കുറച്ച് മുന്നേ ആയിട്ട് നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നോക്കി നമ്മുടെ ചെത്തിമത്തെ പൂവൊക്കെ ഇങ്ങനെ വെള്ളത്തിന്റെ വെയിറ്റിലെല്ലാവരും ഇങ്ങനെ എന്താ പറയാ, നമ്മള് പറയില്ലേ ഇങ്ങനെ താഴ്മയോട് കൂടി നിക്കാന്ന് പറയില്ലേ, അതേപോലെ എല്ലാവരും എല്ലാം കേട്ടാ. ഈ ഒരു ചെത്തി നോക്കിയേ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കണ്ട ഒരു കുഞ്ഞൊരു ചെത്തി ഇത്രേ ഉള്ളൂ, പക്ഷെ പൂവിന്റെ വലുപ്പാണ്. ഓരോ ഇത് മുട്ടൊക്കെ ഉണ്ട്. ഈ മുട്ടൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോ നല്ല വട്ടച്ച് വരും. അങ്ങനത്തെ ഒരു ചെത്തി ഇത്. അങ്ങനെ നോക്കിയേ, ഈ ചെത്തി ചെയ്യല് നോക്കിയേ, നമുക്ക് വിഷമം തോന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോളേ, വെയിറ്റ് കൊണ്ട് ഇങ്ങനെ വെള്ളത്തിന്റെ വെയിറ്റും കേട്ട എല്ലാം പൂവുമ്മേ എന്താ. മഴ പെയ്ത് തുടങ്ങിയപ്പോ നമ്മുടെ ഒരു കുഴപ്പം എന്നിട്ടെന്നറിയോ, ചെത്തിമത്തെ പൂവെന്ന് അങ്ങനെ പെട്ടെന്ന് കൊഴിയില്ല. പക്ഷെ ബോഗൻവില്ലാമത്തെ പൂവൊക്കെ ഏതാണ്ട് എല്ലാവരും കൊഴിഞ്ഞ പോലെ ഇപ്പൊ നിക്കണേ. ഈ സൈഡൊക്കെ നോക്കിയ എല്ലാവരും കൊഴിഞ്ഞു. എന്താ മഴ നമ്മുടെ ബോഗൻവില്ലക്ക് തീരെ പറ്റില്ല കേട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ കടായി ചിക്കൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണ വീഡിയോയിൽ ഞാൻ ചിക്കൻ റോസ്റ്റ് ചെയ്യണതും അതേപോലെ തന്നെ ഒരു ചിക്കൻ
കറി പോലെ വെച്ചതും കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചിക്കൻ റോസ്റ്റ് മാത്രമാണ് നമ്മൾ വെക്കേണ്ട വിധം കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് പലപ്പോഴും വന്നൊരു കമന്റ് ആയിരുന്നു അതിലത്തെ ചിക്കൻ കറി വെച്ചതും കൂടി ഒന്ന് കാണിക്കാനായിട്ട്. അപ്പൊ ആ ചിക്കൻ കറി ആയിട്ട് നമ്മൾ ഇന്ന് വെക്കണത്. അപ്പൊ 2 കിലോ ചിക്കനാണ് നമ്മൾ വെക്കണേ. അപ്പൊ അതിലേക്ക് നമ്മൾ ഈ കടായി ചിക്കൻ ഉണ്ടാക്കുമ്പോ അതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല ആദ്യം തയ്യാറാക്കണം. അപ്പൊ അതിലേക്ക് എടുത്തിട്ടുള്ളത് നോക്കിയേ, കുറച്ച് വറ്റമുളക്. അപ്പൊ ഒരു 6 വറ്റമുളക് എടുത്തിട്ടുണ്ട്, 2 തക്കോല എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 7 ഗ്രാമ്പു, അതേപോലെ തന്നെ ഒരു 7 ഏലക്കായ, 2 കറുകപ്പട്ട, പിന്നെ വലിയ 2 ടീസ്പൂൺ മല്ലി, പിന്നെ ഒരു 3/4 ടീസ്പൂണ് പെരിഞ്ജീരകം, അതേപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണ് ജീരകം, പിന്നെ 2 ടീസ്പൂൺ തന്നെ നമ്മുടെ കുരുമുളക് കേട്ടാ. അപ്പൊ ഇതെല്ലാം നമുക്ക് ആദ്യം വറുത്ത് പൊടിച്ചെടുക്കണം. അപ്പൊ ഞാനിതാ തീ കത്തിച്ച് നമ്മുടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി വെച്ചേട്ടാ. പാൻ നന്നായി ചൂടായി. അപ്പൊ ഞാൻ അതാ തീ ഒന്ന് കുറച്ച് വെക്കാണ് കേട്ടാ. പാത്രം നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നോക്കി നമ്മള് മല്ലി ഇട്ട് കൊടുക്കണു, പെരിഞ്ജീരകം, ജീരകം, കുരുമുളക്, തക്കോലം, ഗ്രാമ്പു, ഏലക്കായ, 2 കറുകപ്പട്ട, നമ്മുടെ മുളക്. തീ കുറവിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് കേട്ടാ. നമ്മളിതിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കില്ല. ഇങ്ങനെ എന്താ പറയാ, പാത്രം നന്നായി ചൂടായതിന് ശേഷം തീ കുറവിൽ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ വറുത്തെടുക്കണം കേട്ടാ. അപ്പൊ നോക്കിയേ, നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരൂട്ടാ. ഇതിങ്ങനെ വറുത്ത് വരുമ്പോ നമ്മുടെ ജീരകമൊക്കെ ഇങ്ങനെ പൊട്ടി തുടങ്ങും. ഈ സമയത്ത് നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നമ്മൾക്ക് ചൂടാക്കി എടുക്കണം. കണ്ട, ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടാ. ഇത് ചൂടാറിയതിനു ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം കേട്ടാ. നമ്മളുണ്ടല്ലോ നോക്കിയേ, മസാല ഇതേപോലെയായിട്ട് പൊടിച്ചെടുക്കേണ്ടത്, നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് ഒരു പാത്രം അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ പാത്രം നന്നായിട്ട് ചൂടാവട്ടെ കേട്ടാ. നമ്മുടെ കടായി നന്നായിട്ട് ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഒരു 5 ടീസ്പൂൺ അവിടേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് പാത്രം. അതുകൊണ്ട് തന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴേക്കും ചൂടായിട്ടുണ്ട്. അതിലേക്ക് നോക്കി നമ്മള് സബോള കേട്ടാ, നല്ല ചതുരം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുള്ള സബോള, 2 സബോളയാണ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മളിത് ക്യാപ്സിക്കം, 1.5 ക്യാപ്സിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതും ചതുര കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടുണ്ട്. നമ്മൾ തീ കുറവിൽ വെക്കില്ല, നല്ല ഹൈ ചൂടിൽ തന്നെയാണ് ഈ സബോളയും ക്യാപ്സിക്കം നമുക്ക് ആക്കി എടുക്കേണ്ടത് കേട്ടാ. സബോളയും ക്യാപ്സിക്കം ഒക്കെ ഇട്ടതാ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നപ്പോ നമ്മൾ അതിലേക്ക് 2 തക്കാളി കേട്ടാ. അപ്പൊ തക്കാളിയായാലും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി, ക്യാപ്സിക്കം, അതേപോലെ സബോള ഇതാകെ 2 മിനിറ്റ് നേരമാണ് നമ്മൾ ഈ ഹൈ ചൂടിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടാ. കൂടുതൽ വെന്ത് പോകാനൊന്നും പാടില്ല. ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടുക, അത്രേ വേണ്ടു. 2 മിനിറ്റ് നമ്മളിതാ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഓഫ് ചെയ്യാത്തതിന്റെ കാരണം ഈ എന്താ പറയാ, ഇപ്പൊ തന്നെ നമുക്ക് ഇതില് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കിയാൽ നമ്മുടെ തക്കാളിയുടെയോ സബോളയുടെയോ ഒന്നും കളർ മാറിയിട്ടില്ല കണ്ടോ, നല്ല പച്ച കളർ. അതേപോലെ തക്കാളിയുടെ ഒക്കെ നല്ല റെഡ് കളർ തന്നെയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതേപോലെ വേണ്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നോക്കിയേ 1 ടീസ്പൂൺ ജീരകം, തീ കുറച്ച് വെച്ചിട്ടില്ലേ, തീ കൂട്ടിയിട്ടാണ് വെച്ച് നോക്കണേ. അപ്പൊ ജീരകം പൊട്ടി തുടങ്ങി. ഈ സമയത്ത് നമ്മൾ 1 ടീസ്പൂണ് കുരുമുളക്, പിന്നെ ഒരു 5 വറ്റമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നടുമുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണം കേട്ടാ. നമ്മുടെ മുളക്, അതേപോലെ ജീരകം, കുരുമുളകൊക്കെ നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മള് ഒരു 4 സബോള ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നല്ല വലിപ്പമുള്ള സബോള ആയിരുന്നു കേട്ടോ, 4 എണ്ണം.
ഈ സബോള ഉണ്ടല്ലോ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. അതായത് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ കയറി വരുന്ന വരെ തന്നെ നമ്മളിത് വഴറ്റിയെടുക്കണം കേട്ടാ. നമ്മളുണ്ടല്ലോ ഈ സബോള ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ വിടാതെ ഇങ്ങനെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടാ. എങ്കിൽ മാത്രമാണ് ഈ സബോളയുടെ എല്ലാ വേവും ഒരേപോലെ നമുക്ക് ആയി കിട്ടുള്ളൂ കേട്ടാ. അല്ലെങ്കിൽ ആ ടേസ്റ്റ് നമ്മുടെ കറിക്ക് കിട്ടില്ല, പല മൂപ്പായി മാറും. അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ഇളക്കണമെന്ന് പറയണേ കേട്ടാ. നമ്മൾ സബോള ഇട്ടിട്ട് നോക്കിയാൽ ഇതേപോലെ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ഇങ്ങനെ ആയി തുടങ്ങി. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് 4 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണേ. ഇനി ഇതിട്ടിട്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടാ. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് നമ്മളിതാ 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നോക്കിയേ, ഇത് 2 കിലോ ചിക്കനാണ്. നന്നായി കഴുകി വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടാ. നമുക്കിതാ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഇപ്പോഴും നല്ല ഫുൾ തീയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടാ. തീ കുറവിലല്ല. ഇപ്പൊ ഈ ചിക്കൻ ഇട്ടിട്ടും തീ കൂട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കിങ്ങനെ ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കണം കേട്ടാ. ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ ഇടണം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതാ ചിക്കൻ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ ആദ്യം മുളക് പൊടി 1 2 അത്ര മതി, കാരണം നമ്മൾ മുന്നേ മുഴുവൻ മുളക് പൊടിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇതാ മല്ലി 1 2 3. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ഞാനിതാ ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മള് പൊടിച്ചെടുത്ത് നമ്മുടെ മസാല ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ഇതാ 1 ടീസ്പൂണും പിന്നെ ഇതാ ഒരു 1/2 ടീസ്പൂണിന്റെ അവിടേക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ ലാസ്റ്റ് വേണമെങ്കിൽ ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ അപ്പിട്ട് കൊടുക്കാം കേട്ടാ. ഇനിയിപ്പോ ഇതാ ഈ മസാലകളൊക്കെ ഇട്ടിട്ട് നമുക്ക് ചിക്കൻ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇത്ര നേരം ഈ ചിക്കൻ വെക്കുന്ന സമയത്ത് തീ തീരെ കുറവിൽ വെച്ചിട്ടില്ല കേട്ടാ. തീ ഫുൾ തീയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ചിക്കൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മളിതാ ഈ മസാലയൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ ഇതേപോലെ ചിക്കനിലേക്ക് എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ നോക്കി നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മൂടി വെക്കാതെ ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടാ. തുറന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പൊ നോക്കിയാൽ നമ്മൾ 10 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ തുറന്ന് വെച്ചു. നോക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കുണ്ടല്ലോ ഇതിലേക്ക് ഒരു 4 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഇട്ടാ. ഞാനിപ്പോ ഒരു ഉദ്ദേശം വെച്ച് ഇതിലേക്ക് ഈ കുപ്പി കൊണ്ട് തന്നെ ഒഴിക്കാനായിട്ട് ചെയ്യണേ. ഇനി നമുക്കിതാ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സോസൊക്കെ ചിക്കൻ്റെ എല്ലായിടത്തേക്കും ആവേണ്ട പോലെ തന്നെ കേട്ടാ. ഇതെല്ലാം ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യണം കേട്ടാ. ഒരുമിച്ച് ചെയ്യരുത്, കാരണം ആദ്യം നമ്മൾ പൊടികളൊക്കെ ഇട്ടു, അങ്ങനെയാണ്. എന്നിട്ട് ലാസ്റ്റാണ് ഇതാ ടൊമാറ്റോ സോസ് നമ്മൾ ആക്കിയിട്ടുള്ളത് കേട്ടാ. അങ്ങനെ ടൊമാറ്റോ സോസ് ഒക്കെ ഇട്ടതാ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടാ. അപ്പൊ ഞാനിതാ ഇപ്പുറത്ത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് മുങ്ങിക്കെടുക്കേണ്ട പോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ട, ഇതേപോലെ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടാ. നല്ല ഫുൾ തീയിലാണ് നമ്മളിപ്പോ വെച്ചിട്ടുള്ളത്. അപ്പൊ ഒരു 5 മിനിറ്റ് നല്ല ഫുൾ തീയിൽ തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ലെവലിൽ തീ വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് നോക്കിയാൽ 5 മിനിറ്റ് നേരം നോക്കി നമ്മൾ നന്നായിട്ട് ഇതാ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതാ ഇനി ഒരു മീഡിയം ലെവലിലായിട്ട് നമ്മൾ തീയാക്കി വെക്കുന്നത്. ഇനി ആ ഒരു തീയിൽ കിടന്നിട്ട് വേണം നമ്മുടെ ചിക്കൻ വേവാനായിട്ട് കേട്ടാ.
പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടതെന്ന് നോക്കിയാൽ ഒരു 25 അണ്ടിപ്പരിപ്പ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അടിച്ചെടുക്കാം കേട്ടാ. നമ്മൾ നോക്കിയേ തീ കുറവിൽ വെച്ചിട്ടായാലും നോക്കി നമ്മൾ ഇടയ്ക്കൊന്ന് എന്താ പറയാ വേവണ വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ചാറ് നല്ല കുറുകി വരും. അപ്പൊ ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അടിയെ പിടിക്കൂട്ടാ. അപ്പൊ ഞാനിതാ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ നമ്മുടെ തീ കുറവിൽ വെച്ചിട്ട് എന്തായാലും ഒരു 3-4 വട്ടം ഇടയിൽ നിന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം കേട്ടാ. ഇനി ഇതാ വേവണ വരെ വീണ്ടും നമ്മള് മൂടി വയ്ക്കുന്നത് തീ കുറവിൽ തന്നെ. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ചിക്കൻ വെന്തോ നോക്കാട്ടോ. അപ്പൊ എന്തായാലും ചിക്കൻ വെന്തിട്ടുണ്ടാവും. നോക്കിയേ ഇപ്പൊ കറി ഇരിക്കണ നോക്കിയേ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ചിക്കനൊക്കെ വെന്തിട്ടുണ്ടാവും. കണ്ട നല്ല കുറുകി നല്ലൊരു രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടാ. നല്ല കട്ടിയുള്ളൊരു ഗ്രേവി ആയിരിക്കും നമ്മുടെ ഈ ചിക്കനില് ഉണ്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കശുനണ്ടി നമ്മൾ അരച്ചെടുത്ത് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒരു തുള്ളി വെള്ളമൊക്കെ ഒഴിച്ചത് കഴുകിയെടുക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് നമുക്കുണ്ടല്ലോ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടാ. ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. തീ കുറവില്ലാട്ടാ. ഒരു 5 മിനിറ്റ് ഒന്ന് മസാലയ്ക്കൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മളിതാ ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മള് എന്താ പറയാ നമ്മുടെ സബോളയും അതേപോലെ തക്കാളിയും നമ്മുടെ ക്യാപ്സിക്കം ഒക്കെ ഒന്ന് നമ്മൾ മുന്നേ തന്നെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ. നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ട് ഇതാ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്ക് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇതാ അങ്ങനെ മുകളിൽ ഇങ്ങനെ ഇട്ടാൽ മതി. കറി എടുക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ എടുത്താൽ മതി കേട്ടാ. ഇപ്പൊ ഇതാ നമ്മുടെ കടായി ചിക്കൻ റെഡി. നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാട്ടാ. അപ്പൊ ഞാൻ ഷായറ്റിനെ വിളിച്ചിട്ട് വരാം. കുറച്ച് ചപ്പാത്തി എടുക്കണം നമുക്ക്. കാരണം നമ്മുടെ വീട്ടില് ചെറിയൊരു പണി നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ 2 പേരുണ്ട്, അവരെ വിളിക്കാം നമുക്ക്. ഷായട്ട് ഇപ്പൊ വരും. അപ്പോഴേക്ക് ഞാന് അവർക്ക് കൊടുക്കാനുള്ളത് വിളമ്പട്ടെ. ഓക്കെ, ഇതേപോലെ വേണ്ട നല്ല ഇങ്ങനെ നല്ല രസമുള്ളൊരു ഗ്രേവി ആയിരിക്കും കേട്ടാ. ഷായിട്ടെ അവരെ വിളിക്കൂ. ഇപ്പൊ ഒരു അല്ല ഇല്ല, ഇവിടെ ഇരിക്കാം സ്ഥലമുണ്ട്. ഇല്ല നമ്മളെപ്പോഴും ഇവിടെ ഇരിക്കാറുള്ളതാ. ഇന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് പറയാ വരാട്ടാ. രസണ്ടാ? ഉറക്ക പറയണ കേട്ടോ, കേക്കില്ല. നല്ല ഇഷ്ടായിട്ട് അവർക്ക്. സൂപ്പറായിട്ട്. ഷൈറ്റ എങ്ങനെയുണ്ട് ഷൈറ്റാ? പറയേണ്ട കാര്യമില്ല. ഇന്ന് ഇവര് പറഞ്ഞ കാരണം പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രസക്തിയില്ല. അടിപൊളി തന്നെയല്ലേ? അപ്പൊ എല്ലാവരും ഈ കറിന്ന് വെച്ച് നോക്കിയോളൂട്ടാ. അടിപൊളി സാധന. അപ്പൊ നിർത്തല്ലേ? അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ചെയ്തിട്ടാ.